ദേവികയിലേക്ക് തന്നെ പോകാം. ദേവിക, താങ്കൾ ഈ സമരത്തെ അനുകൂലിക്കുന്ന ഒരാൾ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ പെട്ടെന്ന് രൂപീകൃതമായ ഒരു മുന്നേറ്റം, ആ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി നടന്ന സമരം, ആ സമരത്തെ താങ്കൾ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുണ്ടോ? പിന്തുണയ്ക്കുന്നുവെങ്കിൽ അതെന്തുകൊണ്ടാണ്? ഇങ്ങനെയാണോ? ഞാൻ ഈ സമരത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു. അതിനോടൊപ്പം എനിക്ക് പറയാനുള്ളത്, ഈ സമരം CJPയുടെ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ മാത്രമല്ല, ഇത് രാജ്യത്തെ എല്ലാ യുവാക്കളുടെയും സമരമാണ്. നമ്മളിപ്പോൾ ദില്ലിയിൽ വന്ന ആൾക്കാരെ നോക്കുകയാണെങ്കിൽ അവിടെ എല്ലാ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന യുവാക്കളുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റം ഒന്ന് റിഫോം ചെയ്യണം, എഡ്യൂക്കേഷൻ സിസ്റ്റം റിഫോം ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും തന്നെ ഡിമാൻഡ്. എന്നെ സംബന്ധിച്ചോളം ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്. ഇപ്പോൾ ഡൽഹിയിലെ പ്രൊട്ടസ്റ്റിനെ സോളിഡാരിറ്റി പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളിവിടെ ട്രിവാൻഡ്രത്ത് മാനവീയം വീതിയിൽ വെച്ച് ഒരു പ്രൊട്ടസ്റ്റ് ഗ്യാതറിംഗ് ഓർഗനൈസ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്കിവിടെ മാത്രം അതിന് ഉണ്ടായ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു 4000 തൊട്ട് 5000 പേര് വരെ പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു അത്. അപ്പോൾ അത്രമാത്രം സപ്പോർട്ട് ഉള്ള ഒരു ആവശ്യമാണിത്. ഇത് CJPയുടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെയോ ഒരു അല്ലെങ്കിൽ ഇടത് സംഘടനകളുടെയോ ഒരു പാർട്ടിയുടെയും മാത്രം ഉള്ള ഒരു ആവശ്യമല്ല. ഇത് രാജ്യത്തെ ഒട്ടുമിക്ക യുവാക്കളുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് ഇത്രമാത്രം സ്വീകാര്യത ഉണ്ടായതും രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതിന് സപ്പോർട്ടായി പല മൂവ്മെന്റ്സും സ്റ്റാർട്ട് ചെയ്തതും അതുകൊണ്ട് തന്നെയാണ്. ഇതിൽ ഈ ദേവിക, എന്താണ് താങ്കൾ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമാകുമ്പോൾ അത് ഈ നീറ്റ് വിഷയം, അതിൽ ഒരു പോരായ്മയുണ്ട്, ആ വിഷയത്തെ അഭിസംബോധന ചെയ്യുന്നു. അതുകൊണ്ടാണോ താങ്കൾ ഇതിനോട് അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കുന്നത്? അതിനപ്പുറത്ത് മറ്റു വിഷയങ്ങൾ താങ്കൾ ഇത്തരം കൂട്ടായ്മയിലൂടെ മുന്നിൽ കാണുന്നുണ്ടോ? ഉറപ്പായും ഒരു വിഷയം തന്നെയാണ് ഇതില്. പക്ഷെ നീറ്റ് മാത്രമല്ല വിഷയം. NTA എന്ന് പറഞ്ഞ ഒരു സൊസൈറ്റി നടത്തുന്ന എക്സാമുകളിൽ, ഒട്ടുമിക്ക എക്സാമുകളിലും തന്നെ ഇങ്ങനത്തെ പല ഇഷ്യൂസും നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതിലിപ്പോ UGC, നെറ്റ് ആവാം, പല ഒരു എക്സാമുകളും ഇന്ത്യയിൽ നടത്തുന്നത് NTA ആണ്. അപ്പൊ NTAയുടെ സ്ട്രക്ചറിൽ ഉൾപ്പെടെ പല മാറ്റങ്ങളും നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു പ്രൈവറ്റൈസേഷനെ എയ്ഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു ഇതാണ്, സ്ട്രക്ചറാണ് NTAയുടേത്. അതേപോലെ തന്നെ സ്ഥിര നിയമനമല്ല ഇന്ത്യയിൽ നമ്മൾ മിക്ക ഉദ്യോഗസ്ഥരിലും കാണുന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഒരു ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ഒരു സ്ട്രക്ചറാണ് NTAയുടേത്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആവശ്യപ്പെടുന്നത് അക്കൗണ്ടബിലിറ്റി ആണ്. അതിപ്പോ നീറ്റിലായാലും CBSE പരീക്ഷകളിലായാലും രാജ്യത്ത് നടക്കുന്ന പല ഗവൺമെന്റ് സർവീസിലോട്ടുള്ള പരീക്ഷകളിലായാലും എല്ലാത്തിലും തന്നെ നമ്മളൊരു അക്കൗണ്ടബിലിറ്റി ആണ് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പം ഒരു നീറ്റിലോട്ട് മാത്രം ഒതുങ്ങിക്കൂടാൻ പാടില്ല. ഇത് രാജ്യത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ മൊത്തം റിഫോം എന്നുള്ള രീതിയിലാണ് യുവാക്കളുടെ ഡിമാൻഡ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ്, ഞാൻ താങ്കളിലേക്ക് വരാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.